ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഒരു അടിപൊളി ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ചക്കയുടെ മടലും ചക്കക്കുരുവും ചുളയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടതിന് ശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതുപോലെ കുലുക്കി എല്ലാ ഭാഗത്തും ആക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഉപ്പ് ഒരിത്തിരി ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വറുത്തിടുന്ന സമയത്ത് ഇടാമല്ലോ. അപ്പോൾ ഇട്ടതിന് ശേഷം നന്നായി അടച്ചൊരു 3 വിസിലാവണ വരെ ഇട്ടിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഉടയ്ക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, കുറച്ചിങ്ങനെ കഷ്ണം കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉടയ്ക്കുന്നില്ല. ഇതിന് ശേഷം ചെറിയുള്ളിയും പച്ചമുളകും ഉണക്കമുളകും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കടുകും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കണ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവിന് ആവശ്യമായത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല ചക്കയാണ് കേട്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുരുവും ചുളയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പിടി തേങ്ങയും ഒരു ചെറിയ സ്പൂണ് ജീരകവും ചതച്ചെടുത്തതാണ്. ഇതിട്ടിട്ട് ഇതുപോലെ മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തീയൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഇതുപോലെ ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലൊരു മണം വരും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.